കാർഡിയോ ചെയ്ത് തടി കുറക്കാൻ നോക്കുന്നവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാർഡിയോ എന്ന് പറയുന്ന വാക്ക് തന്നെ വരുന്നത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന വേർഡിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അതായത് ഹാർട്ടിന്റെയും അതിന്റെ ബ്ലഡ് സർക്കുലേഷനെയും സംബന്ധിക്കുന്ന ഒരു കാര്യം. ഈ ജിമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ട്രെയിനേഴ്സ് ഒരു 100 കിലോയിലുള്ള ആളെ കൊണ്ട് ഓടിക്കുകയും ചാടിക്കുകയും ഒക്കെ ചെയ്യും. അതായത് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇത്രയും വെയിറ്റ് ഉള്ള ആൾ ഓടും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ മുട്ടിനൊക്കെ ക്ഷതങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവസാനം ഒരു റിസൾട്ട് കാണാനായിട്ട് ഇവരൊക്കെ മനസ്സ് മടുത്തിട്ട് ജിമ്മൊക്കെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിയോ എക്സസൈസസ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ് ഇമ്പ്രൂവ് ആക്കുക, നല്ല രീതിയിൽ ഓക്സിജൻ ഡെലിവറി കിട്ടുക, പിന്നെ എൻഡൂറൻസ് കൂട്ടുക. അല്ലാതെ ഈ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഫാറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ലോവർ ചെയ്യാൻ നോക്കുക. അതായത് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തടിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. തടി കൂടുന്നതും കുറയുന്നതൊക്കെ ഹോർമോണലാണ്. അപ്പോൾ മെയിൻലി കാർബ്സ് കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാർഡിയോന് പകരം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. അതായത് നല്ലോണം വെയിറ്റ് എടുത്തിട്ട് കളിക്കുക, മസിൽ ബിൽഡ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവും. അപ്പോൾ തന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ മസിൽ ഉള്ളതുകൊണ്ട് കാലറീസ് ബേൺ ആവും. അതായത് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് കൂടും. ഇത് നിങ്ങളെ റെസ്റ്റിംഗിൽ തന്നെ തടി കുറയാൻ സഹായിക്കും. അപ്പോൾ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയോ ഈസ് ഫോർ യുവർ ഹാർട്ട്, നോട്ട് ഫോർ യുവർ ബെല്ലി.